നാളെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുന്നത്. ഇന്ത്യയുടെ മത്സരം മറ്റന്നാളാണ്. ബംഗ്ലാദേശാണ് എതിരാളികൾ. ഇപ്പോഴത്തെ ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ കീപ്പർ ഋഷഭ് പന്തിനെ പരിക്കേറ്റിരിക്കുകയാണ്. ഷാർജയിൽ പരിശീലനത്തിനിടെയാണ് പന്തിനെ പരിക്കേറ്റത്. ഹാർദിക് പാണ്ഡ്യ അടിച്ചൊരു ബോൾ പന്തിന്റെ കാലിൽ പതിക്കുകയായിരുന്നു. പന്തിന് പരിക്ക് പറ്റിയത് കൊണ്ട് ഒരു പുതിയ കീപ്പർ സ്ക്വാഡിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ 2 കീപ്പർമാരുണ്ട്. രാഹുലും ഋഷഭ് പന്തുമാണ്. രാഹുലായിരിക്കും ഇന്ത്യയുടെ മെയിൻ കീപ്പർ എന്നാണ് ഗംഭീർ പറഞ്ഞത്. എങ്കിലും സെക്കൻഡ് കീപ്പർ ഇന്ത്യക്ക് ആവശ്യമാണ്. ഋഷഭ് പന്തിനെയായിരുന്നു ബാക്കപ്പായിട്ട് പരിഗണിച്ചിരുന്നത്. ഒരു ടൂർണമെന്റിലേക്ക് പോകുമ്പോൾ 2 കീപ്പറെ ആവശ്യമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഋഷഭ് പന്തിനെ പരിക്കേറ്റിരിക്കുകയാണ്. പാണ്ഡ്യ അടിച്ച ഷോട്ട് ഋഷഭ് പന്തിന്റെ കാലിലാണ് പതിച്ചത്. പെട്ടെന്ന് തന്നെ ഫിസിയോ ഗ്രൗണ്ടിലേക്ക് എത്തി. ശേഷം ഋഷഭ് പന്ത് ഗ്രൗണ്ട് വിട്ടിരുന്നു. താരത്തിന്റെ പരിക്ക് ഗുരുതരമാണെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇതുവരെ ഇതിനൊരു വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഇന്ത്യയുടെ സ്ക്വാഡിൽ മാറ്റം വരുത്താൻ സാധിക്കും. നാളെ 5 മണി വരെ സമയമുണ്ട്. പരിക്കുള്ള താരങ്ങൾക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ സാധിക്കില്ല. ഫിറ്റ്നസ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഋഷഭ് പന്തിനെ ഒഴിവാക്കി ഒരു പുതിയ കീപ്പറെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അത് ആരായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സഞ്ജുവിന്റെ ഫിറ്റ്നസ് ഓക്കെ ആണെങ്കിൽ സഞ്ജു തന്നെയായിരിക്കും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ്. അല്ലെങ്കിൽ പിന്നെ ഇഷാനെ പരിഗണിച്ചേക്കും. അതുപോലെ തന്നെ ജിതേഷ് ശർമ്മയും പരിഗണനയിലുണ്ട്. ഋഷഭ് പന്തിന് ഇങ്ങനെ അവസാന നിമിഷം പരിക്ക് പറ്റുമെന്ന് ആരും കരുതിയില്ല. ഇന്ത്യയുടെ സ്ക്വാഡിൽ നാളെ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കും. രാഹുൽ തന്നെയായിരിക്കും ഇന്ത്യയുടെ കീപ്പറായിട്ട് പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരിക്കുക. എങ്കിലും ബാക്കപ്പായിട്ട് കീപ്പറെ ആവശ്യമാണ്. ഫെബ്രുവരി 20-ന് 2:30-നാണ് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് മാച്ച് ഉള്ളത്. ഒരുപക്ഷെ ഇന്ത്യൻ സ്ക്വാഡിൽ അപ്രത്യക്ഷമായിട്ട് ചില താരങ്ങൾ നാളെ വന്നേക്കും. സ്ക്വാഡിൽ മാറ്റങ്ങൾ വരുത്താനാണ് ഗൗതം ഗംഭീർ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഋഷഭ് പന്തിന്റെ പരിക്ക് മാറുമോ എന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.